രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയിൽ മുന്നിൽ ബി.ജെ.പി. 6,088 കോടിയാണ് 2024-25 കാലഘട്ടത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. ഒപ്പം കോൺഗ്രസിന് 522.13 കോടിയും CPM-ന് 17 കോടി രൂപയും ലഭിച്ചു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ശേഷം കമ്പനികളുടെ ട്രസ്റ്റുകളാണ് പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബസന്ത്, വിവരങ്ങൾ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകളൊക്കെ തന്നെ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകുന്നത്. അതായത് സംഭാവനകളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടുകൾ കഴിഞ്ഞ തവണ റദ്ദാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ കൊല്ലമുണ്ടായത്. ഈ കാലഘട്ടത്തിൽ, അതായത് 2024-25 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഭാവനകൾ ലഭിച്ചിരിക്കുന്നത് ബി.ജെ.പിക്കാണ്. 6,088 കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. 2023-24 കണക്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 53% വർധനയാണുള്ളത്. സെറം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത്, 100 കോടി രൂപ. അതോടൊപ്പം തന്നെ റുങ്ട സൺസ് 97, വേദാന്ത 95 കോടി രൂപയും ബി.ജെ.പിക്ക് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് ഈ കാലയളവിൽ 522 കോടി രൂപ മാത്രമാണ് സംഭാവനയായി ലഭിച്ചതെന്നാണ് അജയ് മാക്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. ബി.ജെ.പി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 12% കുറവാണത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. CPM-ന് ലഭിച്ചിട്ടുള്ളത് ഏകദേശം 17 കോടി രൂപയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന CPM-ന് നൽകിയിരിക്കുന്നത് കല്യാൺ ജ്വല്ലറിയാണ്. അതായത് അവർ 1 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. മറ്റ് MP-മാരുടെ ഫണ്ടും അതിലുണ്ട്. എല്ലാ MP-മാരും, ബി.ജെ.പിയുടെ എല്ലാ MP-മാരും പാർട്ടിക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ ഫണ്ടാണ് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് ഏകദേശം 50 ലക്ഷം രൂപയോളം തന്നെ സംഭാവന ഈ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട്. ML-നും സമാനമായ തരത്തിലാണ് പണം ലഭിച്ചിരിക്കുന്നത്. മറ്റ് കൂടുതൽ സംഭാവന ലഭിച്ചിട്ടുള്ള പാർട്ടികൾ DMK-യും YSR കോൺഗ്രസുമാണ്. കോൺഗ്രസിന് ശേഷം കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കണക്കുകൾ. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ഈ കമ്പനികളുടെ ട്രസ്റ്റുകൾ ആണ് പാർട്ടികൾക്ക് ഓരോ ഫണ്ടുകൾ നൽകുന്നത്. അതിൻ്റെതായിട്ടുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള കണക്കുകൾ, അത് എങ്ങനെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പി ബസന്ത് നമ്മളെടുത്ത് സംസാരിച്ചത്.